ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ബാക്ക് എൻഡിൽ നമുക്കറിയാം ഡാറ്റാബേസ് ആയിട്ടുള്ള MySQL നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ MySQL എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയർസ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയാണോ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തത് അവിടെ നിന്ന് എന്ത് ചെയ്യുക, MySQL ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതിലെന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരും. അവിടെ എന്ത് ചെയ്യുക, നോ കൊടുത്താൽ മതി, അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ സെർവർ ഓൺലി എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. സെറ്റപ്പ് ടൈപ്പ് സെർവർ ഓൺലി കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം എക്സിക്യൂട്ട് കൊടുക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുന്നുണ്ടോ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, root@123 അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഡിഫോൾട്ടായിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ട് ആ പാസ്വേഡ് എന്ത് ചെയ്യുക, ഒന്നുകൂടി കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഓരോന്നും ഇൻസ്റ്റാളായിട്ട് ഒരു കോൺഫിഗറേഷൻ അപ്ലൈ ചെയ്ത് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് SQL ലോഗ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ SQL ലോഗ് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, ഇതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ ഒരു ആക്സെപ്റ്റ് കൊടുക്കാനുണ്ടാവും, ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ഇൻസ്റ്റാൾ. ഫിനിഷ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഓക്കെ, അതിലെന്ത് ചെയ്യുക, നമുക്ക് പാസ്വേഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യാനുണ്ടാവും, കണക്ട് ചെയ്ത് വെക്കാൻ ഉണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന root@1234 ആയിരുന്നു. ആ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു എറർ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഫയൽസിനകത്ത് ലോക്കൽ ഡിസ്ക് സിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, MySQL ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം ഫയൽസിനകത്ത് എന്ത് ചെയ്യുക, MySQL എടുക്കുക. അതിൽ MySQL സെർവർ ഉണ്ടാവും, അതിനകത്ത് ബിൻ എടുക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് CMD അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ എന്ത് ചെയ്യണം, നമുക്കൊരു കമാൻഡ് കൊടുക്കണം, MySQL -u root-p കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളോട് ആദ്യം കൊടുത്ത പാസ്വേഡ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡ് ചോദിക്കും. അവിടെ എന്ത് ചെയ്യുക, നമ്മുടെ പാസ്വേഡ് എന്താണോ നമ്മൾ കൊടുത്തത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ഇവിടെ അടുത്തൊരു കമാൻഡ് കൊടുക്കാനുണ്ട്. അതാണ് alter user root@localhost identified with MySQL native password by root. അത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് SQL എടുക്കാം. അതിനുശേഷം പുതിയൊരു കണക്ഷൻ എടുക്കുക. അതിലെന്ത് ചെയ്യണം, പാസ്വേഡ് ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന എന്താണ്, റൂട്ട് എന്നാണ്. അപ്പോൾ ആ പാസ്വേഡ് കൊടുക്കുക, കണക്ട് ചെയ്യാം, യെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു MySQL ലോഗായിട്ട് കണക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ഡാറ്റാബേസ് എടുക്കുക, ഡാറ്റാബേസിൻ്റെ പേര് അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ NewDB എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ടേബിൾസ് നോക്കുന്ന സമയത്ത് അതിൽ ടേബിൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി പൈച്ചാമിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ജാങ്കോ യൂസ് ചെയ്തിട്ട്. അവിടെ സെറ്റിങ്സിൽ എന്ത് ചെയ്യുക, നെയിമിൻ്റെ അവിടെ നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേരും പാസ്വേഡിന് കറസ്പോണ്ടായിട്ട് നമ്മുടെ പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ടെർമിനൽ എടുക്കുക. ടെർമിനലിൽ എന്ത് ചെയ്യണം, കമാൻഡ് കൊടുക്കുക, python manage.py make migrations എന്നുള്ള കമാൻഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് മൈഗ്രേറ്റ് ചെയ്യുക. മൈഗ്രേഷൻസ് അപ്ലൈ ചെയ്തു, ആദ്യം ചേഞ്ചസ് ഒന്നുമില്ല. അതിനുശേഷം എന്ത് കൊടുക്കുക, മൈഗ്രേറ്റ് എന്നുള്ള കമാൻഡ് കൂടി കൊടുക്കുക. ശരി, അതിനുശേഷം എന്ത് ചെയ്യണം, ക്രിയേറ്റ് സൂപ്പർ യൂസർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യുക.
എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് വരും? യൂസർ നെയിം ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എ എന്നുള്ള യൂസർ നെയിമാണ് കൊടുക്കുന്നത്. അപ്പോൾ എ കൊടുത്തു. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് a@gmail.com എന്ന് കൊടുത്തു. അടുത്തായിട്ട് പാസ്വേഡാണ്. ഞാനിപ്പോൾ 1 2 3 ആണ് എന്ത് ചെയ്യുന്നത്, പാസ്വേഡ് കൊടുക്കുന്നത്. അത് പിന്നെ അഗെയിൻ ടൈപ്പ് ചെയ്യാനുണ്ടാവും. ഓക്കെ, യെസ് കൊടുക്കുക. വൈ കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, SQL ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും മൈഗ്രേഷൻസ് ചെയ്തതിന് ശേഷം അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ. അപ്പോൾ കുറച്ച് ടേബിൾസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന എന്താണ്, a@gmail.com ആ ഒരു യൂസർ ഇതൊക്കെ അവിടെ എന്തെങ്കിലും ലോഗിനിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ റൺ ചെയ്ത് നോക്കണം. ഓക്കെ, റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഒതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് ഓതിനകത്ത് എന്തെങ്കിലും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുക. അതിനുശേഷം ലോക്കൽ ഹോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ബ്രൗസറിലേക്ക് പോകും. ബ്രൗസറിനകത്ത് എന്ത് ചെയ്യുക, /admin എന്ന് കൊടുക്കുക. അതാണ് നമ്മുടെ URL വരുന്നത്. എൻ്റർ അടിക്കുക. ഇപ്പോൾ എന്ത് ചെയ്യുക, യൂസർ നെയിം നേരത്തെ കൊടുത്തിട്ടുണ്ടായ നെയിം ആയിരുന്നു. ആ യൂസർ നെയിമും പാസ്വേഡ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇതിനകത്ത് എന്ത് ചെയ്യണം, നമുക്ക് പ്രൊജക്റ്റിന് എത്ര മൊഡ്യൂൾസ് ആണ് വരുന്നത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മൊഡ്യൂൾ യൂസർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, യൂസർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, യു ക്യാപ്സിൽ യൂസറിന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും പൈച്ചാം എടുക്കാം. അതിനകത്ത് ഒന്നുകൂടി എന്ത് ചെയ്യുക, ടെർമിനലിൽ നമ്മൾ മൈഗ്രേറ്റ് എന്ത് ചെയ്യുക, ഒന്നുകൂടി കൊടുക്കുക. മൈഗ്രേഷൻസ് അതേപോലെ അടുത്ത് എന്ത് ചെയ്യുക, മൈഗ്രേറ്റ് കൂടി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ഡാറ്റാബേസ് SQL എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. അതിൽ റീഫ്രഷ് ചെയ്തതിന് ശേഷം അവിടെ നിന്നുണ്ടാവും മൈ ആപ്പ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ടേബിൾ വന്നിട്ടുണ്ടാവും. ഇനി ഇതെങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്നതെന്നുള്ള കൂടി നോക്കാം. ഓക്കെ, ന്യൂ DB ആ ഡാറ്റാബേസിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ബാക്കപ്പ് എക്സ്പോർട്ട് എടുക്കുക. അതിൽ ബാക്കപ്പ് ഡാറ്റാബേസ് SQL കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഡാറ്റ ഓൺലി എടുക്കുന്നുണ്ട്. ഡാറ്റാസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടൂ, ബാക്കപ്പ് ചെയ്യേണ്ടുള്ളൂ. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എവിടെയാണോ ബാക്കപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഫയൽ ചൂസ് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്ത് ചെയ്യുക, പേര് കൊടുക്കുക, ഫയൽ നെയിം കൊടുക്കുക. ഞാൻ ഡാറ്റാബേസ് DB _ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ അത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് വെക്കാം. എന്ത് ചെയ്യാം, ഓക്കെ, ഇന്നത്തെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ഡേറ്റിൽ DB സേവ് ആയിട്ടുണ്ട്.